അങ്ങനെ എവിടെയെങ്കിലും പോവോ പൈസ? ഇത് കരുതി കൂട്ടി എടുത്തോണ്ട് പോയത് തന്നെ അപ്പച്ചപ്പ. സുഭദ്ര സൂക്ഷിച്ചു വെച്ച പണം നഷ്ടപ്പെടുന്നു. കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ തനിക്കാവില്ല എന്ന് മതികലിയോട് പറയുന്ന അൻവർ. വക്കീൽ പീസിന് പണം കണ്ടെത്താൻ അലയുന്ന സീത പ്രതിജ്ഞയ്ക്ക് മുന്നിൽ തളർന്നു വീഴുന്നു. സീതയുടെ കഥകൾ മുഴുവൻ അറിഞ്ഞ പ്രതിജ്ഞ വയലോരം വീടിനെ സഹായിക്കാമെന്നേൽക്കുന്നു. പ്രതിജ്ഞയെയും കൂട്ടി സീത വയലോരം വീട്ടിലെത്തുന്നു. തുടർന്ന് കാണുക. മതികല, മനസാക്ഷിയില്ലാത്ത പെൺരൂപം. ആളിനെ കുറിച്ച് അറിഞ്ഞു എല്ലാം. ഈ വയലോരം വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവും. അബലകളായവരെ കാൽക്കീഴിലാക്കി അഹങ്കരിക്കുന്നതിലല്ല മിടുക്ക്. തന്നോളം പോകുന്നവരോട് വേണം മത്സരിക്കാൻ. ഇനി ഫൈറ്റ് നമ്മൾ തമ്മിലാ. ദൈവം എന്ന് പറയുന്ന ഒരാൾ മോളിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? ഞങ്ങൾക്ക് നേരെ ചാടിക്കുരയ്ക്കുന്നവർക്ക് ഇപ്പോ മിണ്ടാട്ടം ഇല്ലാതായല്ലോ. ഏതോ ഒരുത്തിയെ കണ്ട് തുള്ളണ്ട നിങ്ങള്. കാണിച്ചു തരാം എല്ലാത്തിനും ഞാൻ. നാളുകൾക്ക് ശേഷം മനസ്സിന് നേരിയ ഒരു ആശ്വാസം കിട്ടിയത് ഇന്നാണ്. ആ കുട്ടി കേറി വന്നപ്പോ തന്നെ ഐശ്വര്യത്തിന്റെ വിളക്ക് തെളിഞ്ഞതുപോലെ. ഇതാ കുട്ടിമണ്ണിയുടെ മുറി. പ്രതിജ്ഞ ഇനി ഇവിടെ താമസിച്ചോ. പിന്നെ വാടക വാങ്ങുന്നതില് തെറ്റായൊന്നും കാണരുത്. ഇവിടുത്തെ അവസ്ഥ അതായതുകൊണ്ട്. എവിടെയായാലും വാടക നൽകണം. അത് നമുക്ക് ബോധിച്ച സ്ഥലത്തും മനസ്സിനിണങ്ങിയ ആൾക്ക് നൽകിയ അതല്ലേ നല്ലത്. കുട്ടിമണി എന്ന് വരുന്ന വല്ല നിശ്ചയമുണ്ടോ? അത് 21 ദിവസത്തെ പ്രത്യേക ചികിത്സയായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പൂർത്തിയായി. എന്നാലും ഇനി 2-3 ദിവസം കൂടി അവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറയുന്നത്. എല്ലാ അസുഖങ്ങളും മാറി പൂർണ്ണ ആരോഗ്യവതിയായാണ് കുട്ടിമണി വരിക. അതിന്റെ ഒരു ആശ്വാസം ഉള്ളിലുണ്ട്. പക്ഷെ കുട്ടിമണി പുറത്തു വരുമ്പോ സിജനെയും ബാലേട്ടനെയും ഒക്കെ ചോദിക്കും. അതിന്റെ ഒരു വിഷമം വേറൊരു വശത്ത്. കുട്ടിമണി ആശുപത്രിയിൽ നിന്ന് വരുമ്പോ മനസ്സുജനും ബാലനും പിച്ചളയും ജയിലിൽ നിന്ന് പുറത്തു വരണം. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. വക്കീലിന് കൊടുക്കാനുള്ള പൈസ അതാണല്ലോ ഇപ്പൊ ഒരു കീറാമുട്ടിയായി നിങ്ങളുടെ മുന്നിലുള്ളത്. അത്രയ്ക്ക് വലിയൊരു പൈസക്കാരിയൊന്നും അല്ലെങ്കിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. എന്റെ വീട്ടിലെത്തിയ പ്രതീതിയാ ഇപ്പൊ എനിക്കുള്ളത്. അപ്പോ നിങ്ങളുടെ വിഷമമായാലും സന്തോഷമായാലും അതെന്നെയും ബാധിക്കുന്നതാണല്ലോ. എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. എന്നെ ഒരു വാടക താമസക്കാരിയായിട്ട് കാണരുത്. പറയുന്നത് കൊണ്ട് മോളൊന്നും കരുതരുത്. മുമ്പ് ഇവിടെ ഇങ്ങനെ വേറൊരു താമസക്കാരി വന്നിരുന്നു. അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതിന്റെ കൂലിയാ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവാനിയുടെ കാര്യമൊക്കെ പ്രതിജ്ഞയോട് ഞാൻ പറഞ്ഞപ്പച്ചപ്പ. അല്ല, അവിടെ കുട്ടിമണിയെ ഒരു ഇരുട്ടുമുറിയിൽ കിടത്തിയിരിക്കുകയാണെന്നല്ലേ സീതയെടുത്തി പറഞ്ഞത്? അവിടെ ചെന്നാ കുട്ടിമണിയെ കാണാൻ പറ്റുമോ? അയ്യോ ഇല്ല, കുട്ടിമണിയെ കാണാൻ ഇനി 2-3 ദിവസം കൂടി കാത്തിരിക്കണം. എന്റെ കുട്ടിയെ കണ്ണിറയെ കണ്ടിട്ട് നാളെത്രയായി. കാണാൻ കണ്ണു കൊതിക്കുന്നു, മനസ്സ് പിടച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക്. വേവോളം കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ 6ഓളം കാത്തിരിക്കാനാണോ പാട്? അല്ല, ആ മതികല അവളുടെ ഏതോ ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ കൊണ്ടുവരുമെന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടന്നിരുന്നല്ലോ. ആ എരണം കെട്ടവൾ ആരെ കൊണ്ടുവന്നാലും ഇവിടെ കയറ്റരുത്. അങ്ങനെ ഒരാള് വരുമെന്ന് അവള് പറഞ്ഞിരുന്നു. കുട്ടി കയറി വന്നത് കണ്ടപ്പോ വിരളി പിടിച്ച് അവള് ചാടി പോണത് കണ്ടു. അവളുടെ ആരെങ്കിലും പൊക്കി പിടിച്ച് കൊണ്ടുവരാനായിരിക്കും. മതികല ആരെയും കൊണ്ടുവരാൻ പോകുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും കൊണ്ടുവന്നാ അത് ഞാൻ നോക്കിക്കോളാം. നമ്മൾ അയഞ്ഞു കൊടുക്കുമ്പോഴാ ശത്രുക്കൾ നമ്മുടെ തലേ കയറി നിരങ്ങുന്നത്. നമ്മൾ ഒട്ടും മോശക്കാരല്ലെന്ന് കാണിച്ചു കൊടുത്താ മതി. ആരുടെയും ഒരു വിളച്ചിലും നടക്കില്ല. ഇങ്ങനെ ഒരാളിന്റെ കുറവ് ഈ വീട്ടിലുണ്ടായിരുന്നു. എടീന്ന് വിളിച്ചാ പോടീന്ന് പറയാൻ പറ്റിയ ഒരാളെ തന്നെ ദൈവം ഇവിടെ എത്തിച്ചല്ലോ. ജയിലിലുള്ളവർക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ സ്പീഡാക്കണം. അവര് വരുന്നതിനനുസരിച്ച് കുട്ടിമണി എങ്ങോട്ട് കൊണ്ടുവന്നാ മതി. കുട്ടിമണി വന്നാ എന്റെയും മുറി നഷ്ടാവെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്.
മതികലെ ഇവിടുന്ന് എന്നേക്കുമായി ഒഴിവാക്കാനുള്ള മാർഗം നമുക്ക് കണ്ടെത്താം. ബാലേട്ടനും സിജനും പിച്ചളയും വന്നിട്ട് കുട്ടിമണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയെന്ന് തന്നെയാ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും ദൈവഹിതം പോലെ ഡോക്ടർ തന്നെ ഞങ്ങളോടത് ഇങ്ങോട്ട് പറയുകയും ചെയ്തു. 2-3 ദിവസത്തെ ചികിത്സയും കൂടി വേണമെന്ന്. എല്ലാം നല്ലതിനാണെന്ന് കരുതാം. പ്രതിജ്ഞ വന്ന് കയറിയതല്ലേ ഉള്ളൂ. സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഈ വേഷമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവും. അപ്പച്ചമ്മേ വാ. സീത കൂട്ടിക്കൊണ്ടുവന്ന ആ കുട്ടിയെ കണ്ടപ്പം മനസ്സിനൊരാശ്വാസം തോന്നുന്നു. എനിക്കും വന്നു കയറിയപ്പോ തന്നെ മതികലയുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറഞ്ഞല്ലോ. അതാ എനിക്കിഷ്ടായത്. മതികല ഇനി പത്തി താത്തിക്കൊള്ളും. അവരുടെ ആരോ വരാൻ പോണെന്നും പറഞ്ഞല്ലായിരുന്നോ ഇതുവരെ ബഹളം. ഇനി അതുണ്ടാവാൻ പോണില്ല. എന്താ വല്ല രഹസ്യം പറച്ചിലുമാണോ? അയ്യോ, ഇവിടെ അങ്ങനെ രഹസ്യമൊന്നുമില്ല മോളെ. വാ. എല്ലാരും നേരി കണ്ടില്ലെങ്കിലും സീത പറഞ്ഞ എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ഈ വീട്ടിലുള്ള ആർക്കും ഒന്നിനൊരു ഒളിയും മറവുമില്ല. അതെ, വന്നു കയറിയപ്പോ തന്നെ എനിക്കത് മനസ്സിലായി. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും എല്ലാവരെയും മനസ്സിൽ കാണുന്നുണ്ട് ഞാൻ. ബാലേട്ടനെയും മനസ്സിജനെയും പിച്ചളയും കുട്ടിമണിയും ഒക്കെ. ഈ വീടും പരിസരമൊക്കെ ബോധിച്ചോ മോക്ക്? വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചൊന്നും അല്ല ഞാൻ. ഏത് സാഹചര്യമായും പൊരുത്തപ്പെടാൻ സാധിക്കും എനിക്ക്. ശിവാനിയുടെ കാര്യവും സീതയെടുത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശിവാനി കാണിച്ച ക്രൂരതയും പിന്നീട് ശിവാനിക്ക് സംഭവിച്ചതും ഒക്കെ എനിക്കറിയാം. അതൊന്നും നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണെന്നും എനിക്കറിയാം. ശിവാനിയെപ്പോലെ എന്നെ കാണരുതെന്ന് പറയാനാ ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. ശിവാനിക്ക് പിന്നാലെ ഒരാൾ കൂടി വരുമ്പോ സ്വാഭാവികമായും പല രീതിയിലും ചിന്തിച്ചു പോയേക്കാം. അതിന് തെറ്റു പറയാനാവില്ല. ആ കണ്ണിലൂടെ എന്നെ കാണരുത്. ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞങ്ങള്. അവകാശം സ്ഥാപിക്കാനോ എന്തെങ്കിലും നേടാനോ ഞാൻ ശ്രമിക്കില്ല. ഒരു വാടകക്കാരിയായി ഞാനിവിടെ ഒതുങ്ങിക്കഴിഞ്ഞോളാം. അങ്ങനെ വെറും വാടകക്കാരിയായി കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. വാടക വാങ്ങിക്കും, അത് നേര് തന്നെ. ഇങ്ങനെ ഒന്ന് ഈ വീട്ടിൽ ആദ്യമായിട്ടാണ്. അതിനെ വേറൊരർത്ഥത്തിൽ കാണണ്ട. വാടക തന്നാലേ താമസിക്കുമ്പോ എനിക്കൊരു തൃപ്തി വരൂ. കടപ്പാടും ബാധ്യതയും ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാ? എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. മനസ്സൊന്നുകൂടി തണുത്തു. അമ്മേ ദേവി, നേരത്തെ തരേണ്ടത് നീ വൈകിയാണല്ലോ തന്നത്. ഹലോ, ഇനി യുദ്ധം നമ്മൾ തമ്മിലാണല്ലോ. യുദ്ധമുറകൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. യുദ്ധത്തിന് ഞാൻ റെഡി. യുദ്ധമുറകൾ തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ, മതികലയല്ലേ. ഞാനൊരു പടയാളി മാത്രം. അസലായി. എന്നെ പോലും അമ്പരപ്പിച്ചോണ്ടാണല്ലോ നിന്റെ വരവ്. അമ്പരപ്പിക്കല്ല, തോൽപ്പിക്കാ നീ ചെയ്തത്. നമിച്ചിരിക്കുന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ കൃത്യം സീതയെടുത്തി എന്റെ മുന്നിൽ വന്നു നിന്നു. ഒരാൾക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഇവിടെ എത്താൻ വഴി ആലോചിച്ചോണ്ട് നിൽക്കുമ്പോഴാ സീതയെടുത്തി വന്നു പെട്ടത്. അതെ, ബുദ്ധിമതിയാ സീതയെടുത്തി. സംശയത്തിന്റെ നേരിയ ചലനം പോലും പെട്ടെന്ന് പിടിച്ചെടുക്കും. ആ സീതയെടുത്തി നീ മലർത്തി അടിച്ചിരിക്കുന്നത് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. പഴയതിൽ നിന്നും നീ ഒരുപാട് 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 വളർന്നിരിക്കുന്നു. എന്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഒരാള് വയലോരം വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും അത് ഞാൻ അറിയുന്ന ഒരാളായിരിക്കുമെന്ന് രജനീഷ് വിളിച്ചു പറഞ്ഞപ്പോ ആദ്യം അത് നീയാണെന്ന് കരുതിയതേ ഇല്ല ഞാൻ.
പിന്നീട് ഫോണിൽ സംസാരിച്ചപ്പോഴല്ലേ കാര്യങ്ങൾ പിടികിട്ടിയത്. അപ്പൊ ഞാനൊന്ന് ഞെട്ടി. ഇപ്പതേ വീണ്ടും ഞെട്ടി. എന്റെ ഗസ്റ്റ് ഇന്ന് വരുമെന്നും പറഞ്ഞ് ഈ മുറി റെഡിയാക്കി ഇട്ടിരിക്കുമായിരുന്നു ഞാൻ. ഗസ്റ്റ് വരുമ്പോ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതും കണക്കൂട്ടി നിൽക്കുമ്പോഴാ നീ കൂളായിട്ട് കേറി വന്നത്. ഈ വേഷവും നാടകവും ഇങ്ങനെ തന്നെ തുടരണം. അല്ല അതിരിക്കട്ടെ, പ്രതിജ്ഞ എങ്ങനെയാ ഇത്ര വേഗത്തിൽ സീതയുടെ കയ്യിലെടുത്ത് കാര്യം നേടിയത്? അതോ സുഭദ്രേ, എന്തോ വലിയ ചിന്തയിലാണല്ലോ. ആ, ഞാൻ ആ കൊച്ചിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഏത് കൊച്ചിനെ കുറിച്ച്? ഇപ്പൊ ഈ വീട്ടിൽ ഏത് കൊച്ചാ ഉള്ളത്? ആഹാ, വിളിക്കാനും പറയാനും ഒക്കെ പ്രയാസമുള്ള പേരാണെങ്കിലും അവൾ ആള് പിടിക്കുക. പെണ്ണുങ്ങളായ ഇങ്ങനെ തണ്ടും തന്റേടും ഒക്കെ വേണം. ആ, പ്രതിജ്ഞയെ കുറിച്ചാണോ? ആ കുട്ടി വന്ന് ഇറങ്ങിയപ്പോ തന്നെ ആ മതികളിയൊന്ന് വരണ്ടിട്ടുണ്ട്. അല്ല, അവളോടെന്തോ കണക്ക് തീർക്കാൻ വരുന്നത് പോലെ അല്ലായിരുന്നോ ആ കൊച്ചിന്റെ പെരുമാറ്റം? മനസാക്ഷിയുള്ള പെൺകൊച്ച. അവക്ക് താമസിക്കാൻ വേണമെങ്കിൽ 100 വീട് ഇവിടെ കിട്ടില്ലേ? സീത കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് ബോധപൂർവം തന്നെ ഇങ്ങോട്ട് വന്നതാ. ആ മതികലക്കാലത്തേക്ക് ഒരു കൊട്ട് കൊടുക്കാൻ. നല്ല മനസ്സുള്ളവർക്ക് മറ്റുള്ളവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒരൊറ്റ തവണ കണ്ടാലും കേട്ടാലും തന്നെ തിരിച്ചറിയാൻ കഴിയും. ശരിയാ സുഹൃത്തെ. മുമ്പൊരിക്കൽ പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു. ഒരു വൃക്കരോഗിയെ ബസ് യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരു മഹാമനസ്കൻ അദ്ദേഹത്തിന്റെ വൃക്ക അയാൾക്ക് ദാനം ചെയ്തു. പരോപകാരികളായവർക്ക് അങ്ങനെ ഒരു വിശാല മനസ്കത ഉണ്ടാവും. ആ മനസ്സിൽ ഈശ്വരൻ കുടികൊള്ളുകയും ചെയ്യും. മതികല പഠിച്ച കള്ളിയാണ്. രാക്ക് രാമാനോ ആ കൊച്ചിന് എന്തെങ്കിലും കൂടോത്രങ്ങൾ കലക്കി കൊടുത്ത് അവളുടെ പക്ഷത്തിലാക്കി കളയും. എന്ത് കൈവശം കൊടുത്താലും പ്രതിജ്ഞയെ അവളുടെ പക്ഷത്താക്കാൻ കഴിയില്ല സുഭദ്രേ. നിങ്ങൾക്കെങ്ങനെ പറയാം? മുമ്പ് ഇവിടെ നടന്നതൊക്കെ മറന്നുപോയോ നിങ്ങള്? ശിവാനി എന്നും പറഞ്ഞൊരുത്തി ഇവിടെ കാലുകുത്തിയത് മനസ്സിന്റെ കൂടപ്പിറപ്പെന്നും പറഞ്ഞല്ലായിരുന്നോ? എന്തൊക്കെ ആയിരുന്നു അവരുടെ സ്നേഹപ്രകടനങ്ങള്. സീതേട്ടത്തിന്നും അപ്പച്ചിയമ്മയെന്നും അപ്പച്ചിയപ്പനെന്നും ഒക്കെ വിളിച്ച സ്നേഹം വഴിഞ്ഞൊഴുകുകയല്ലായിരുന്നോ? എന്നിട്ട് ഒടുക്ക എന്താ ഉണ്ടായത്? എന്റെ കുട്ടിമണിയെ കൊല്ലാൻ കൈ പൊക്കിയില്ലേ അവള്? ഈ വയലോരം വീട്ടിൽ കത്തിച്ച് ചാരമാക്കുമെന്ന് പറഞ്ഞല്ലേ അവൾ ഇവിടെ നിറങ്ങി പോയത്. സുഭദ്രേ, ശിവാനിയെ പോലെയല്ല പ്രതിജ്ഞ. ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അവൾ ആ കൊച്ചിനെ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ശത്രുവാക്കാൻ നോക്കുമെന്ന്. ഇല്ല സുഭദ്രേ, മതികൻ ആരാണ് എന്താണെന്നുള്ള സകല കാര്യങ്ങളും സീതയിൽ നിന്ന് ആ കൊച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കയറി വന്നപ്പോ തന്നെ മതികളയുടെ കരണത്തടിക്കുന്ന പോലെ 2 വർത്താനം പറഞ്ഞു. ഓ, എന്റെ പരുത്തിക്കാവിലമ്മേ, ഓ, അത് കേട്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. മതികല എന്ന് പറയുന്ന വൻ വിഷമരത്തിന്റെ തായ്വേരൊന്ന് ഇളകിയിട്ടുണ്ട്. CI മുന്താസ് മാഡവും ജെസി വക്കീലും ശിവാനി കേസിന്റെ പിന്നിലുള്ള ദുരൂഹത അന്വേഷിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ എന്ന തന്റെ ഇടവും ചുറുചുറുക്കുമുള്ള പെങ്കൊച്ചി ഈ വീട്ടിൽ നമുക്ക് ഉപകാരിയായി വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് മതികലയ്ക്ക് സംഭവിക്കാൻ പോകുന്ന വീഴ്ചയുടെ തുടക്കമാണ്. അതെ, അവള് വീഴണം. കയ്യും കെട്ടി നിന്ന് അവളുടെ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ വീഴ്ച സംഭവിക്കണം. പ്രതീക്ഷയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിൽ സീതയുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ, എല്ലാം നല്ലതിനായി വന്ന് ഭവിച്ചാൽ മതിയായിരുന്നു. ഞാൻ കരുതിയതിനേക്കാളും ഉയരത്തില്ല നിന്റെ പോക്ക്. ഈ ബുദ്ധിയും കഴിവുക എനിക്ക് വേണ്ടത്. എന്റെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ഞാൻ പ്രതിജ്ഞയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കാവശ്യമായ സഹായം നീ തരുമ്പോ നിനക്കാവശ്യമായ പണം ഞാൻ തരും. നിന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണെന്ന് നീ കരുതരുത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമിടുന്നു. ഒരുതരം കൊടുക്കൽ വാങ്ങൽ. അറിയാം. പണ്ട് ഞാൻ അറിഞ്ഞ മതികലയല്ല ഇപ്പോ. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്ന് ചികഞ്ഞു നോക്കാൻ ഞാനില്ല. അതിനുള്ള സമയമല്ല ഇത്. ശരി തെറ്റ് അതൊക്കെ അവരവരാ നിശ്ചയിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എന്റെ ശരിയാ. അതാർക്കെങ്കിലും തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ എന്റെ കുഴപ്പമാണോ? ഇപ്പൊ തന്നെ പ്രതിജ്ഞ ചെയ്യുന്നത് പ്രതിജ്ഞയുടെ ശരിയല്ലേ? നമുക്ക് വേണ്ടുന്നത് ആരും കൊണ്ടുതരത്തില്ല. കണ്ടെത്തണം, നേടിയെടുക്കണം. പണ്ടേ ഉള്ള എന്റെ ശീലമാണത്.
ഞാനും ഇപ്പൊ അത് മനസ്സിലാക്കുന്നു. ജീവിതം കുറെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഗുഡ്. പണ്ട് സ്കൂളിൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു. A+B² ലസാഗുവും മുസാഗയും ഒക്കെ പദ്യങ്ങള് കാണാതെ പഠിക്കും. ഗുണനവും ഹരണവും ഒക്കെ വശത്താക്കും. ഇതൊക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിലെ കണക്കും എളുപ്പ വഴിയിലുള്ള ക്രിയ ചെയ്യലും ഒക്കെ ആ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായാണ്. ജീവിതത്തിലെ അനുഭവങ്ങളും അറിവുമാണ് നമ്മളെ നമ്മളാക്കുന്നത്. സ്കൂളിലും കോളേജിലും പ്രതിജ്ഞ പഠിത്തത്തിലും ഇടുക്കിയായിരുന്നല്ലോ. മാത്തമാറ്റിക്സിൽ 100-ൽ 99 മാർക്കും നേടും. എന്നിട്ടിപ്പോ ജീവിതത്തിലോ ഒരു കണക്കും ശരിയായില്ല. ഞാൻ നിന്നെ മൂഡൌട്ടാക്കാൻ പറഞ്ഞതല്ല. ഇനി അങ്ങോട്ടുള്ള പോക്കില് ഇതൊക്കെ ഓർമ്മയിലുണ്ടാവണം. അതിന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിന്റെ ബുദ്ധിയും സാമർഥ്യവും കഴിവുമാണ് എനിക്ക് വേണ്ടത്. അതിന് വിലയിട്ടിരിക്കുന്നത് 25 ലക്ഷം. കുട്ടിമണി. ആർക്കും സംശയം കൊടുക്കാത്ത വിധത്തിൽ ആ പൊട്ടിപ്പെണ്ണ് തീരണം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വേറൊരു തന്ത്രമാണ്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് വേണ്ടി കൃത്യം ചെയ്യുന്നത് പ്രതിജ്ഞ. പറഞ്ഞ 25 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപ ഇപ്പൊ തന്നെ നിന്റെ അനിയൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ചികിത്സ ചെലവായിട്ട് എത്തിയിട്ടുണ്ടാവും. പിന്നെ നിനക്കൊന്നിനും ഒരു കുറവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നീ വന്ന കാറ് നിനക്ക് നിന്റേതായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇവിടുത്തെ ആവശ്യത്തിനുള്ള പണവും ഞാൻ നിനക്ക് തന്നേക്കാം. സീതേടത്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ സ്ഥിതിഗതികൾ ഏതാണ്ട് പിടികിട്ടി. ഇവിടെ ബുദ്ധികൂർമ്മത മാത്രം പ്രയോഗിച്ചാ പോരാ, പണം അത് വേണം. ഇവിടെയുള്ളവർക്കിപ്പോ പണത്തിന്റെ ആവശ്യമുണ്ട്. എന്നെ ഇവിടെ താമസിപ്പിക്കാൻ ചെറിയൊരു എമൗണ്ട് വാടകയായിട്ട് പറഞ്ഞപ്പോ സീതേടത്തി വഴങ്ങി. പട്ടിണി കിടന്ന ഒരാൾക്ക് മുൻപിൽ ഭക്ഷണം നീട്ടുമ്പോഴുണ്ടാകുന്ന ഒരുതരം ആവേശം സീതേടത്തിയിൽ ഞാനിപ്പോ കണ്ടു. ഓക്കെ, എല്ലാം ഞാൻ പ്രതിജ്ഞയ്ക്ക് വിട്ടുതരുന്നു. ആവശ്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഒന്നേ എനിക്കുള്ളൂ, ലക്ഷ്യം. ഇവിടെ ഉള്ളവരുടെ കണ്ണില് നമ്മൾ ശത്രുക്കളാ. അവരുടെ മനസ്സിലെ ചിത്രം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനിയുള്ള കൂടിക്കാഴ്ചകൾ പുറത്തു വച്ച് മാത്രം മതി. ദേ, നീ അല്പം സെന്റിമെന്റൽ ആണെന്ന് എനിക്കറിയാം. കുട്ടിമണിയും കുഞ്ഞുമണിയും കാണുമ്പോ കാവാത്ത മറക്കരുത്. നിനക്കിപ്പോ ഒരേ ഒരു സെന്റിമെന്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. നിന്റെ കരള് കാത്തു കഴിയുന്ന നിന്റെ അനിയൻ പ്രതാപിനോടുള്ള സെന്റിമെന്റ്സ്. നിന്റെ അനിയന്റെ ജീവൻ നിന്റെ പാതി കരളിലാണല്ലോ കിടക്കുന്നത്. അത് സക്സസ് ആവണമെങ്കിൽ പണം വേണം. ആ പണം കിട്ടണമെങ്കിൽ ഈ ജോലി അതിഗംഭീരമായി വിജയിപ്പിക്കണം. സ്വന്തം അനിയന്റെ പ്രാണനേക്കാൾ വലുതല്ല മറ്റൊന്നും. അവന്റെ മുഖം മാത്രമേ ഇനി നിന്റെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മോനെ, കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. ചേച്ചിയുടെ ജോലി കുറച്ച് ദൂരത്തേക്ക് മാറി. ദൂരത്തേക്കോ? അതെന്താ? അത് ജോലി തരുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്. ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരത് ചെയ്യും, എവിടെയായാലും. ഇവിടെ എന്തിനും ആയമ്മയുണ്ട്. അക്കാര്യത്തിൽ മോള് ധൈര്യമായിട്ടിരുന്നു. കരള് മാറ്റിവെച്ച് ഇവിടം വിടുന്നത് വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ചേച്ചി, കരള് മാറ്റി വെച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ? പിന്നെ രക്ഷപ്പെടാതെ? അതിനു വേണ്ടിയല്ല എല്ലാ പ്രാർത്ഥനയും. ഞാനിപ്പോ ദൂരേക്ക് ജോലിക്കായി പോകുന്നതും അതിനു വേണ്ടിയല്ലേ. അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളെ പപ്പയ്ക്ക് കരള് പകത്തു കൊടുത്തത് മമ്മയല്ലേ. എന്നിട്ട് പപ്പയെ മമ്മയെ നമുക്ക് കിട്ടിയില്ലല്ലോ.
അതാ എന്റെ പേടി. ഒരു പേടിയും മോന് വേണ്ട. അന്ന് ദൈവം നമ്മോട് ക്രൂരത കാണിച്ചു. എന്നും അങ്ങനെ കാണിക്കണമെന്നില്ലല്ലോ. അതെ, മോൻ ഒരു അപകടവും വരില്ല. ചേച്ചി എനിക്ക് ചേച്ചിയുടെ കരള് തരും. അതിന്റെ ഓപ്പറേഷൻ 25 ലക്ഷമല്ലേ വേണ്ടത്? 2 മാസം കൊണ്ട് ചേച്ചി 25 ലക്ഷം രൂപ എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ആ പൈസ ഞാൻ ഉണ്ടാക്കും. ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് തന്നെ നടത്തും. നമ്മുടെ പപ്പയുടെയും മമ്മയുടെയും കാര്യത്തിൽ ദൈവത്തിനും ശാസ്ത്രത്തിനും പിഴവ് പറ്റി. അവിടെ നമുക്ക് ജയിക്കണം. ഉം. ഞാൻ പോയാലും പറ്റാവുന്ന സമയത്ത് വന്ന് ഞാൻ കണ്ടോളാം. ഒരേ ചോരയല്ലെങ്കിലും എല്ലാം അറിയുന്ന ആയമ്മ ഇവിടെ ഉണ്ടല്ലോ. രാത്രി അധികം ഉറക്കമൊഴിയരുത്. ഉം. ആയമ്മേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിത്രം വരയ്ക്കാൻ തോന്നുമ്പോ വരച്ചോ, വായിക്കണമെന്ന് തോന്നുമ്പോ വായിച്ചോ. ഉം. കൃത്യമായി മരുന്ന് കഴിക്കണം. ചേച്ചിക്ക് പോവാതിരുന്നൂടെ? മോൻ ചേച്ചിയെ കുഴപ്പിക്കല്ലേ. ഞാൻ പോകാതെ എങ്ങനെയാ ശരിയാവുക? നമുക്ക് പൈസ വേണ്ടേ? മനസ്സിന് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലല്ലോ ചേച്ചി പോകുന്നേ. പോയല്ലേ പറ്റൂ. ഇനി ഇവിടെ നിന്നാലേ ഇവൻ എന്റെ പോക്ക് മുടക്കും. ഞാൻ ഇറങ്ങാം. സീതേടത്തി, ആ, രാത്രിയിൽ എങ്ങനെ ഉറക്കമൊക്കെ സുഖമായിരുന്നോ? പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ മതികലയുമായി ഒന്ന് കോർക്കേണ്ടി വന്നു. കലയുമായിട്ട് എന്താ ഉണ്ടായേ? അങ്ങനെ പേടിക്കൊന്നും വേണ്ട. രാത്രിയിൽ മതികല എന്റെ മുറിയിലേക്ക് വന്നിരുന്നു, കമ്പനി കൂടെ. ഇവിടെയുള്ളവരെ കുറിച്ചൊക്കെ മോശമായ ഒരു വിവരണം നൽകി എന്റെ മുന്നിൽ ആളാവാൻ നോക്കി അവള്. പക്ഷേ ഈ പ്രതിജ്ഞ അവൾക്ക് അറിയില്ലല്ലോ. മതികലയെക്കുറിച്ച് പ്രതിജ്ഞയോട് വിശദമായിട്ട് പറഞ്ഞിരുന്നല്ലോ ഞാൻ. അതിലൊന്നും തരിമ്പും കള്ളമില്ല, ഒട്ടും കൂടുതലുമല്ല. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? നമ്മളെ അറിയുന്ന ഒരാളെ കുറിച്ച് നമ്മളോട് തന്നെ കുറ്റം പറയാൻ ഒരാൾ വന്നാ അയാള് പെശകാണെന്ന് 100% ഉറപ്പിക്കാം. പ്രതിജ്ഞ ഇവിടെ താമസിപ്പിച്ചത് കലയ്ക്കൊട്ടും പിടിച്ചിട്ടില്ല. അതിന്റെ കലിയുണ്ടാവും. അതൊക്കെ കയ്യിൽ തന്നെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. യാതൊരു ഉളുപ്പുമില്ലാതെ ഇവിടെ തന്നെ നിൽക്കുന്നതിന് ചോദ്യം ചെയ്യുകയും ചെയ്തു. അതൊക്കെ പറഞ്ഞു മടുത്തതാ ഞാൻ. രവിയുടെ ഭാര്യയാണെന്ന അവകാശവും പറഞ്ഞ അവളിപ്പോ കേറിക്കൂടിയിരിക്കുന്നെ. പക്ഷേ അവളുടെ ഉള്ളിലിരിപ്പ് വേറെ എന്തോ ആണ്. നിയമപരമായി രവിയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞിട്ടില്ല എന്നുള്ള മുടൻ തന്നെയായോ അവള് പറയുന്നേ. രവി അങ്ങ് ബാംഗ്ലൂരിൽ ജയിലില്ല. ഒരിത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോവില്ലേ? മനസ്സുകൊണ്ടുള്ള ബന്ധം അറ്റുപോയാ പിന്നെ എന്ത് നിയമപരമായിട്ടുള്ള വേർപിരിയല? മതികല ഇനി അധിക നാളൊന്നും ഇവിടെ നിൽക്കില്ല. അതിനുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. കാരണം കല ആരാണെന്നും എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. തൊലിക്കട്ടിയുടെ കാര്യത്തിലേ കാണ്ടാമൃഗം തോറ്റുപോവും അവളുടെ മുമ്പില്. ആ, എന്തായാലും അവൾ ഇനിയും വരും, പല വേഷത്തില്, പല കഥകളുമായിട്ട്. വന്നോട്ടെ, ഒന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയാ പിന്നെ ആ നിലയിൽ കണ്ടാ മതിയല്ലോ. മതികലയുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് ആരാ എന്താന്നൊക്കെ. സീതേടത്തി, നിങ്ങൾ ഇത്രയും പാവങ്ങളാവാൻ പാടില്ല. ഈ പാവത്തരവാ മതികല മുതലെടുക്കുന്നത്. ഭർത്താവിനെ വേണ്ടാത്തവൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ എന്ത് സ്ഥാനമാ ഉള്ളത്? അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ മനസ്സെന്നൊരു സംഗതി വേണം, ഇത്തിരിയെങ്കിലും സംസ്കാരവും വേണം. ദേ, ആ വിഷയം വിട്ടേക്ക് പ്രതിജ്ഞ. ആ, അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. മതികലയ്ക്ക് മൂക്ക് കയറിയിടണം. അതിനു പറ്റിയ അവസരം വരും. അപ്പച്ചമ്മേ,
നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്താ മോളെ? നമ്മുടെ പ്രതിജ്ഞയെ പാട്ടിലാക്കാൻ കല ശ്രമിച്ചു. അമ്പടി കേമി. എന്നിട്ടെന്താ, ചെന്നതുപോലെ തിരിച്ചു പോരേണ്ടി വന്നു. കലയുടെ ഒരടവും പ്രതിജ്ഞയുടെ അടുത്ത് നടന്നില്ല. അപ്പോ അത് തറവാട്ടി പറഞ്ഞ കൊച്ചു തന്നെയാണല്ലേ? അതെ അപ്പച്ചമ്മേ. എന്താ രണ്ടാളും കൂടെ ഒരു വിശേഷം പറച്ചില്ലേ? വേറൊന്നും അല്ല, മതികലയുടെ കാര്യം തന്നെയാ. എന്തു പറ്റി? കലയുടെ മുഖത്ത് നോക്കി പ്രതിജ്ഞ വെല്ലുവിളിച്ചിരുന്നല്ലോ. ആ പ്രതിജ്ഞയെ കയ്യിലെടുക്കാൻ കല നോക്കി. രാത്രി ഞങ്ങളത് പറഞ്ഞിരുന്നു. അടവുകളും കൊണ്ട് അവൾ അങ്ങ് ചെല്ലുവന്നു. നമ്മളെക്കുറിച്ച് ഇല്ലാത്തതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞു കല. മതികല ആരാണെന്നും എന്താണെന്നും ഞാൻ നേരത്തെ ശരിക്കും പ്രതിജ്ഞയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ഭാഗ്യമായി. അല്ലായിരുന്നെങ്കിൽ അവളുടെ പെരുന്നുണകൾ ആ കുട്ടി വിശ്വസിച്ചു പോയേനെ. മുമ്പ് ശിവാനിയെ വഴിതെറ്റിച്ച ആളല്ലേ? പക്ഷെ ശിവാനിയെ പോലെ അല്ല അപ്പച്ചമ്മേ പ്രതിജ്ഞ. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു സത്യസന്ധത കാണുന്നുണ്ട്. വഴിയിൽ തലചുറ്റി വീണപ്പോ താങ്ങിയെടുക്കാനുണ്ടായത് പ്രതിജ്ഞയാണ്. വേണമെങ്കിൽ കണ്ടില്ലാന്ന് നടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും കാറിൽ കയറ്റിയിരുത്തി വെള്ളം തന്നു, ആശ്വസിപ്പിച്ചു, നമ്മുടെ കഥകളെല്ലാം ചോദിച്ചറിഞ്ഞു. അതോടെ വേണമെങ്കിൽ എന്നെ ഇറക്കി വിട്ടിട്ട് പ്രതിജ്ഞയ്ക്ക് പോവായിരുന്നു. പക്ഷെ പോയില്ല. അതാ എനിക്ക് പ്രതിജ്ഞയോട് മതിപ്പ് തോന്നാൻ കാരണം. പ്രതിജ്ഞയ്ക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം കിട്ടും. എന്നിട്ടും പോകാതെ നമ്മളോട് അടുത്തു. ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതൊക്കെ മനസ്സിലാക്കി തന്നെയാ പ്രതിജ്ഞ ഇവിടെ വന്നത്. പിന്നെ വാടക, അതും പ്രതിജ്ഞ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ. യാതൊരു വരുമാനവും ഇല്ലാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തില് അത് വലിയൊരു ആശ്വാസമാണല്ലോ. പിന്നല്ലാതെ ദൈവമായിട്ടാ അപ്പോ മോളുടെ മുമ്പിൽ ആ കുട്ടിയെ എത്തിച്ചത്. 100 രൂപയ്ക്ക് 10,000 വിലയുള്ള കാലമല്ലേ ഇത്? നല്ലവരാരാ കെട്ടവരാരാ, ചിരിച്ചോണ്ട് കെണിയൊരുക്കുന്നവരാര് എന്നൊക്കെ അറിയാൻ ഒരു യന്ത്രം കണ്ടുപിടിച്ചേ പറ്റൂ. ഒരാളുടെ ഉള്ളു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ലേ ശിവാനിയുടെ കാര്യത്തിൽ നമുക്ക് വീഴ്ച പറ്റിയത്. ഇനി അതൊന്നും ഇവിടെ പറയണ്ട അപ്പച്ചമ്മേ. ശിവാനിയും പ്രതിജ്ഞയും തമ്മില് താരതമ്യം ചെയ്യാൻ വേണ്ട. അല്ല, ഇന്ന് വക്കീലിനെ കാണാൻ പോണ്ടേ മോളെ? പോണോ അപ്പച്ചപ്പ? പ്രതിജ്ഞയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല മോളെ, പൈസ തൽക്കാലം കയ്യിലുള്ള സ്വർണം ഒന്നുകൂടെ വിൽക്കാൻ നോക്കാം. പിന്നെ നമ്മളെപ്പോലെ അല്ല പ്രതിജ്ഞ. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പുള്ളിക്കാരിക്ക് നല്ല ധാരണയും മുൻപരിചയം ഒക്കെ ഉണ്ട്. ആ ധൈര്യത്തിലാ ഞാനും. ഈശ്വരന്മാരെ, ഒരു മുട്ടും വരുത്താതെ എല്ലാം നേരെയാക്കി തരണേ. മാഡം, പേടിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ വന്നതാ. മുംതാസ് മാഡം അങ്ങനെ വെറുതെ വരില്ലല്ലോ. വെറുതെ എന്ന് വെച്ചാ ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ശിവാനിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിലെ കുരുക്കഴിക്കാൻ കഴിഞ്ഞാൽ പിന്നൊന്നും പേടിക്കാനില്ല. ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കണ്ട ബോഡി ശിവാനിയുടേതല്ല. കാണാതായ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത് ആ പെൺകുട്ടിയുടെ ശരീരമായിരുന്നു. ശാസ്ത്രീയമായ പരിശോധനകളൊന്നും കള്ളം പറയില്ലല്ലോ. അപ്പോ ശിവാനിയോ? ഒന്നുകിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജീവനോടെ കാണും. ഈശ്വരാ, എവിടെയെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അതിന്റെ ഭാഗ്യം. മരിച്ചത് ശിവാനി അല്ലാത്ത സ്ഥിതിക്ക് ഇനി അവിടെ ജയിലിൽ ഇടേണ്ട കാര്യമുണ്ടോ മോളെ? ഞങ്ങളുടെ കണ്ണീരും നെഞ്ചുരുക്കവും കണ്ടെങ്കിലും അവരെ ഒന്ന് വെറുതെ വിടാൻ പറ മോളെ. തീർന്നില്ല, ഇനിയും പലതും കണ്ടെത്താനുണ്ട്. എന്നിട്ട് കോടതിയുടെ മുന്നിൽ അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തണം. വേണം മോളെ, എല്ലാത്തിനും തൂക്കുകയറി തന്നെ മേടിച്ചു കൊടുക്കുകയും വേണം. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ പ്രതിജ്ഞ. ഇവിടെ ഇപ്പോ ഞങ്ങളുടെ കൂടെയാ താമസം. പ്രതിജ്ഞയ്ക്ക് ഇവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ടേ. താമസിക്കാൻ ഒരിടം നോക്കി വന്നപ്പോ
അതിവിടെ ആക്കാന്ന് വെച്ചു. ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു കൂട്ടം സഹായം ഒക്കെയാണ് പ്രതിജ്ഞ. പ്രതിജ്ഞ. ഇതിനേക്കാൾ വലിയ ആത്മബന്ധം കാട്ടി ഇവിടെ കഴിഞ്ഞുകൂടിയ ശിവാനി കാരണം 3 പേരിപ്പോ ജയിലിൽ കിടക്കുന്നുണ്ട്. നാളെ നീ കാരണം ഇവിടെ ആരെങ്കിലും ജയിലിൽ കയറേണ്ടി വരുമോ? അയ്യോ ഇല്ല മാഡം. ഈ കൊച്ചു ശിവാനിയെ പോലെയല്ല, പഞ്ചപാവോ. പലരെയും ആയുധമാക്കി മതികല നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവളെ അതിന് വിട്ടുകൊടുക്കാതിരുന്ന നല്ലത്. അവളുടെ കളിയൊന്നും പ്രതിജ്ഞയുടെ അടുത്ത് നടക്കത്തില്ല. എന്തുകൊണ്ടും പ്രതിജ്ഞ ഈ നേരത്ത് ഇവിടെ വന്നു കയറിയത് ഞങ്ങളുടെ നല്ലതിന് തന്നെ. മതികലയുടെ ദിവസങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കല്ലേ. അപ്പൊ പിന്നെ വയലോരം വീട്ടുകാർക്ക് നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. മോളെ, ആ നാശം പിടിച്ചവളെ ഈ മുറ്റത്തു നിന്ന് വേണം കയ്യാമം വച്ചു കൊണ്ടുപോകാൻ. എനിക്കതൊന്ന് കാണണം. എനിക്കത് കണ്ട് സന്തോഷിക്കണം. എന്റെ ബാലനെ പിടിച്ചു വലിച്ചല്ലേ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയതും കൊണ്ടുപോയതും. ദൈവം അതേ നാണയത്തിൽ അവൾക്ക് ശിക്ഷ കൊടുക്കുന്നത് അസ്ഥിത്തറയിലിരുന്ന് എന്റെ ശാരദയും അച്യുതനും കാണണം. എങ്കിലേ അവർക്ക് ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടും. അപ്പച്ചമ്മേ, മതികളെ പോലെ നമ്മൾ അധപതിക്കാൻ പാടുണ്ടോ? കുറ്റം ചെയ്തവൻ ഇവിടെയെന്നല്ല, ഏത് പുലിമടയിൽ പോയി ഒളിച്ചാലും പിടിയിലാവുന്നൊരു കാലമല്ലേ ഇത്. അവള് ചെയ്ത കുറ്റങ്ങൾക്കും ദ്രോഹങ്ങൾക്കും അർഹമായൊരു ശിക്ഷ അവൾക്ക് കിട്ടണം മാഡം. ഇവിടെ നീതിയും നിയമവും ഒന്നും ഇല്ലാത്തതുപോലെയാണല്ലോ അവളുടെ അമ്മയുടെയും പെരുമാറ്റങ്ങള്. ബാലേട്ടന്റെയും മനസ്സിജന്റെയും പിച്ചളയുടെയും നിരപരാധിത്വം ഈ സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടണം. ഞങ്ങൾക്കത് മാത്രം മതി. ഈ അപവാദത്തിന്റെ പേരിൽ ഞങ്ങൾ അത്രമാത്രം കണ്ണീര് കുടിച്ചിട്ടുണ്ട്. പണം കൊണ്ട് പോലീസിനെയോ അക്രമികളെയോ കയ്യിലെടുക്കാമെന്നുള്ള മതികലയുടെ ധാർഷ്ട്യ മനോഭാവത്തിന് തിരിച്ചടി കിട്ടണം. ഇവിടെ പണമില്ലാത്തവർക്കും ജീവിക്കണ്ടേ? മതികല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെണ്ണി എണ്ണി ശിക്ഷ അനുഭവിച്ചിരിക്കും. പോരെ? മരണപ്പെട്ടത് ശിവാനിയല്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് കാര്യങ്ങൾ എളുപ്പമാവും. വരട്ടെ. ആ പിന്നെ സീത ഒന്നുകൂടി പോയി ജെസി വക്കീലിനെ കാണണം. ശിവാനി മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവളിപ്പോ എവിടെയായിരിക്കും? മാത്രമല്ല, മരണപ്പെട്ട ശിവാനിയുടെ മൃതദേഹം കണ്ടവരായിട്ട് ആരുമില്ലല്ലോ. അപ്പൊ പിന്നെ മുന്താസ് മാഡം പറഞ്ഞില്ലേ അത് വേറെ ഏതോ പെങ്കൊച്ചിൻ്റെതാണെന്ന്. ഇനിയിപ്പോ ഇതൊക്കെ ശിവാനിയും മതികലയും കൂടി ഒത്തുകളിക്കുന്നതാണോ? നമ്മുടെ കുട്ടിമണിയെ ദ്രോഹിക്കാൻ നോക്കിയവളാ. എന്നിട്ട് നമ്മൾ പോലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അവള് ജീവൻ ഒടുക്കാൻ വഴിയില്ലെന്നല്ലേ മുന്താസ് മാഡം പറഞ്ഞത്. മതികല സംരക്ഷിക്കുമെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചു പോയ ശിവാനിക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? അന്ന് മതികല കാണിച്ച നാടകമില്ലേ, കത്തിക്കരിഞ്ഞ മൃതദേഹം കാണിച്ച് അത് താനാണെന്ന് കാണിച്ച ആ വൃത്തികെട്ട നാടകം. അതുപോലെ തന്നെ ആവാനാ ഇതിനും സാധ്യത. നമ്മുടെ മക്കള് ജയിലിൽ കിടക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിനല്ലേ? എന്തൊരു ദ്രോഹമാണെന്ന് നോക്കിയേ. എല്ലാം അധികം വൈകാതെ തെളിയും സുഭദ്രേ. പിന്നെ മരിച്ചത് ശിവാനിയല്ലെന്ന് മുന്താസ് മേഡം പറഞ്ഞ സ്ഥിതിക്ക് അവൾ എവിടെയെങ്കിലും ജീവനോടെ തന്നെ ഉണ്ടാവും. അതെ, വയലോരം വീട്ടിലെ ശക്തികളായ ആണുങ്ങളെ ജയിലിലടയ്ക്കുക എന്നത് മാത്രമാണല്ലോ മതികലയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഒരു നാടകമൊരുക്കി. ശിവാനി ആത്മഹത്യ ചെയ്തു എന്ന്. കാരണക്കാർ ബാലനും മനസ്സിജനും പിച്ചളയാണെന്ന് വരുത്തി തീർത്തു. തെളിവിനായി ഒരു കത്തുണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ജയിലിൽ പിടിച്ചിട്ടവരെ വേഗം ഇറക്കിക്കൊണ്ടുവരാമല്ലോ. സുഭദ്രേ, ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കാം. പക്ഷെ അത് കൃത്യമായി തെളിയിക്കാൻ കഴിയണം. പോലീസിനും കോടതിക്കും വേണ്ടത് തെളിവുകളാണ്. അത് കെട്ടിച്ചമച്ചതായാലും തെളിവുകൾ ബോധ്യപ്പെട്ടാൽ
പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോ സത്യത്തിന് ഇവിടെ ഒരു വിലയുമില്ലേ? സത്യം, ഇവിടെ വിലയില്ലാത്തതൊന്നുണ്ടെങ്കിൽ അത് മാത്ര. ആ, ഇനി ഒരേ ഒരു പ്രതീക്ഷ മുംതാസ് മേഡത്തിലും ആ വക്കീലിലുവാ. ആ പ്രതീക്ഷയില്ല ഞാനും. സീത വക്കീലിനെ കാണാൻ പോയിരിക്കല്ലേ. വരട്ടെ. I'll call you later. Okay? ആ സീത ഇരിക്കും. സവിത മാഡം നിനക്ക് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തു. ഇനി ഇപ്പോഴൊന്നും നോക്കണ്ട, കോടതിയിലേക്ക് പോയിരിക്ക. ഇതാരാ? ഇത് പ്രതിജ്ഞ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഓ ഓക്കെ, ഞാൻ ജെസ്സി കുര്യൻ. സീതയെടുത്തി പറഞ്ഞിരുന്നു. ഇങ്ങനെയാണോ സീത ഒരു കേസിന് ഇറങ്ങിത്തിരിക്കുന്നത്? സവിത മാഡത്തെ ഇന്നലെ വന്ന് കാണാന്നല്ലേ നീ പറഞ്ഞിരുന്നത്? ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. മാഡം നല്ല തിരക്കുള്ള അഡ്വക്കേറ്റാ. നീ അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. ജെസ്സി, ഒരു കേസ് വക്കീൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോ വെറും കൈയോടെ ആവാൻ പാടില്ലല്ലോ. മനസ്സിലായില്ല? അത് കുറച്ച് പണം കയ്യിലുണ്ടായിരുന്നതാ, പക്ഷെ അത് കൈവിട്ടു പോയി. പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് സ്വർണ്ണ. അതിപ്പോ ഈ നോട്ടിന്റെ പ്രശ്നം കാരണം ഒറ്റയടിക്ക് വിൽക്കാനും പറ്റുന്നില്ല. മുൻകൂറായി അടയ്ക്കാൻ ഇപ്പൊ ഈ തുകയേ ഉള്ളൂ. 50,000 ഉണ്ട്. ബാക്കി എത്രാന്ന് വെച്ചാ പറഞ്ഞാ മതി. സവിത മാഡത്തിന്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. സവിത മാഡത്തിന് ഈ കേസിൽ ഫീസ് വാങ്ങാൻ താല്പര്യമില്ലെങ്കിലോ? സീതെ, ഈ മണി പ്രോബ്ലം കൊണ്ടാണോ നീ മാഡത്തിനെ കാണാൻ വരാഞ്ഞത്? ജെസ്സി, അത് എന്റെ സീതെ, ഇത് മാഡം ഏറ്റെടുത്ത ഒരു സ്പെഷ്യൽ കേസാണ്. നിന്നോട് ഞാനത് പല ആവർത്തി പറഞ്ഞതല്ലേ. CI അയ്യപ്പൻകുട്ടി സാറിന്റെ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ കേസിൽ 1 രൂപ പോലും ഫീസ് ഇനത്തിൽ ഈടാക്കാൻ മാഡത്തിന് താല്പര്യമില്ല. അപ്പോഴേ ഈ കാശങ്ങ് തിരിച്ചെടുത്താട്ടെ. കാശല്ല ഇവിടുത്തെ കാര്യം. നിന്റെ ബാലേട്ടനും മനസ്സിനും പിച്ചളയ്ക്കും ജാമ്യം കിട്ടണം. അത് തന്നെയാ മാഡത്തിന്റെ ആദ്യ നടപടി. ഒത്തിരി സന്തോഷമായി ജെസ്സി. മാഡത്തിനെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ. മാഡം എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. സീത സമാധാനമായിട്ട് പൊയ്ക്കോ. ഈ കേസുമായി ബന്ധപ്പെട്ട് മാഡത്തിന്റെ പൂർണ്ണമായ സൗജന്യ സേവനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജാമ്യത്തിൽ ഒതുങ്ങില്ല. മാഡം അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ തന്നെ ശ്രമിക്കും. നീ ചെന്നു വയലോരം വീട്ടിലെ നിന്റെ അപ്പച്ചി അമ്മയും അപ്പച്ചി അപ്പനെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കേ. ശിവാനി കേസിൽ FIR-ൽ രേഖപ്പെടുത്താത്ത പല തെളിവുകളും മുംതാസ് മാഡം കളക്ട് ചെയ്യുന്നുണ്ട്. മാഡം വീട്ടിൽ വന്ന് മതികളെ കണ്ട കാര്യമൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. മതികളെ മാത്രമായിരിക്കില്ല, നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അവളെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ജയിലഴിക്കുള്ളിലാവും. വേണം ജെസ്സി, അവളുടെ ദ്രോഹം തുടർന്നുകൊണ്ടിരിക്കുക. നിർണായകമായ തെളിവുകളൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ സീതെ. പിന്നെ അവൾക്ക് മുന്നിൽ ജയിലിലേക്കുള്ള വാതിൽ തുറക്കും. സവിതാ മാഡത്തിന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിക്കണം. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. പിന്നെ ജെസ്സി, മാഡത്തിനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോയാ പോരെ? അതുവരെ നീ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അത്രയും നേരം നമ്മുടെ ഫ്ലാഷ് ബാക്കുകൾ കുത്തിപ്പൊക്കി നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. പക്ഷേ തൽക്കാലം എനിക്കതിന് മനസ്സ് വരുന്നില്ല. മാഡം വരാൻ വൈകും. ചിലപ്പോ ഇവിടേക്ക് വന്നില്ലെന്നും വരാം. ഇനിയിപ്പോ കേസും കോടതിയായിട്ട് മുന്നോട്ട് പോകാനുള്ളതല്ലേ. ശരി ജെസ്സി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. എന്തൊക്കെ അലച്ചിലായിരുന്നു. അതൊക്കെ വെറുതെയായി. നേരെ പറയല്ലോ പ്രതിജ്ഞ, സവിതാ വക്കീലിൽ നിന്ന് ഇങ്ങനൊരു മഹാമനസ്കത ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതിജ്ഞ എന്നെ ഞെട്ടിച്ചു കളഞ്ഞില്ലേ. സ്വന്തക്കാരിൽ നിന്ന് പോലും ഇങ്ങനെയൊരു സഹായം ഇക്കാലത്തുണ്ടാവോ? ഒരാവശ്യത്തിന് വേണ്ടി കരുതിയ പണമോ?
അതിലും വലിയൊരു കാര്യത്തിനാണ് ഈ പണം ഉപയോഗപ്പെടുന്നതെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എനിക്കിപ്പോ സീതേട്ടത്തിയുടെ പ്രശ്നമാണ് വലുത്. ഒരുപക്ഷെ ഈ പണം വക്കീലിന് കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ ആകെ കുഴഞ്ഞന കേട്ടോ. എത്ര സാവകാശം തന്നാലും തിരികെ തരാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാ ഞങ്ങളിപ്പോ. തിരിച്ചു തരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. കരുതി വെച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. സ്വർണം വിറ്റ് കാശാക്കാനും പറ്റിയില്ല. അങ്ങനെയുള്ള ആദ്യമൊന്നും ഇനി വേണ്ട. ദേ, 1 രൂപ പോലും ഫീസായി കൈപ്പറ്റാതെ സബിത നമ്പ്യാർ വക്കീലെ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വക്കീല് പറഞ്ഞല്ലോ. വക്കീലെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സീതേടത്തിയുടെ ബാലേട്ടനും മനസ്സിജനും പിച്ചളയ്ക്കും ഒക്കെ ഉടനെ ജാമ്യം കിട്ടും. അവര് നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ആ, അപ്പോഴേ ഇതിത്തിരി സന്തോഷിക്കാനുള്ള നിമിഷമല്ലേ സീതേടത്തി? ദേ, ആ മുഖത്തെ വാട്ടമൊക്കെ ഒന്ന് മാറ്റിക്കേ. കുറേയേറെ അലഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. പ്രതിജ്ഞയെ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും കഴിഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് നല്ലത് മാത്രം സംഭവിക്കാൻ പോകുന്ന സീതേടത്തിയുടെ ജീവിതത്തിൽ ഞാനൊരു നിമിത്തമായെന്ന് കരുതിയാ മതി. എന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സീതേടത്തി. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. കാരണം അത് ഉരല് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുന്നത് പോലെ ആയിപ്പോവും. സീതേടത്തി കനിഞ്ഞതുകൊണ്ട് വയലോരം വീട്ടിൽ എനിക്കൊരു കിടക്കമുറിയും വേണ്ടതിലപ്പുറം സുരക്ഷിതത്വവും കിട്ടി. തരക്കേടില്ലാതെ ജീവിതം തള്ളി നീക്കാവുന്ന ഒരു ജോലിയും എനിക്കിപ്പോ ഉണ്ട് സീതേടത്തി. പക്ഷേ ആ ജോലി ഞാൻ മടുത്തു. പഠിച്ച പണി തന്നെ കിട്ടിയിരുന്നെങ്കിൽ അതിനൊരു സംതൃപ്തി ഉണ്ടാവുമായിരുന്നു. പ്രതിജ്ഞ ഏതുവരെ പഠിച്ചു? ഗ്രാജുവേറ്റഡ് ആണ്. പിന്നെ ആയുർവേദത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് പഞ്ചകർമ്മയും പാസ്സായിട്ടുണ്ട്. ആയുർവേദ നഴ്സിംഗ് കഴിഞ്ഞതാ. പക്ഷേ എങ്ങും പ്ലേസ്മെന്റ് കിട്ടിയില്ല. ആയുർവേദത്തിനൊക്കെ ഇപ്പൊ വലിയ സാധ്യതയല്ലേ? അതേ സീതേടത്തി. പക്ഷെ എന്തോ എനിക്കെങ്ങും കേറാൻ കഴിഞ്ഞില്ല. സീതേടത്തിയുടെ പരിചയത്തില് ആയുർവേദ വൈദ്യശാല വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കോ? എന്റെ പരിചയത്തിലോ? വീടിന് പുറത്തിറങ്ങാത്ത എനിക്ക് എങ്ങനെയാ പ്രതിജ്ഞയെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് പരിചയം ഉണ്ടാവുന്നത്? കുട്ടിമണിക്കിപ്പോ ആയുർവേദ ചികിത്സയല്ലേ കിട്ടുന്നത്? ആ, ഞാനതങ്ങ് മറന്നു. അതൊരു വലിയ ഹോസ്പിറ്റലാ. ആയുർവേദ അരച്ച് കലക്കി കുടിച്ച് ലെസ്ലി ഡോക്ടർ പോലെയുള്ളവരുടെ സേവനം അവിടെയുണ്ട്. സീതേടത്തി, എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തൂടെ പ്ലീസ്? കൃഷ്ണ ഡോക്ടറുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ആ, കുട്ടിമണിയുടെ ചികിത്സ തുടങ്ങിയ അന്ന് മുതല് കൃഷ്ണ ഡോക്ടർ ഒരു കുടുംബ സുഹൃത്തിനെ പോലെയാ. കൃഷ്ണ ഡോക്ടറോട് ഒന്ന് പറഞ്ഞു നോക്കാം. വേക്കൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതിജ്ഞയ്ക്ക് അവിടെ ജോയിൻ ചെയ്യും. ഇല്ലെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടാവുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. മതി. സീതേടത്തി പറഞ്ഞു കേട്ടപ്പോ എനിക്കവിടെ ജോയിൻ ചെയ്യാൻ കൊതിയാവുന്നു. പ്രതിജ്ഞയ്ക്ക് ഇവിടെ ജോലി കിട്ടിയാ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുക ഞങ്ങളായിരിക്കും. ഞങ്ങളുടെ കുട്ടിമണിക്ക് മേൽ പ്രതിജ്ഞയുടെ വക ഒരു പ്രത്യേക സുരക്ഷയും ഉണ്ടാവുമല്ലോ.